എല്ലാ ഭക്ഷണമൊക്കെ ആയോ? പിന്നെ വരി കാണിച്ചത് എന്തൊക്കെയായി. അപ്പോൾ അതിനു മുന്നേ എല്ലാവർക്കും ഹാപ്പി ഓണം. ബ്ലിസ് ഫാമിലിയുടെ ഹാപ്പി ഓണം. വക ഹാപ്പി ഓണം എല്ലാ ഫാമിലിക്കും. അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കിന്നല്ലേ നമുക്ക് കണ്ടത്. നമ്മള് രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ വലിയൊരു കുക്കറിനകത്തതാ സാമ്പാർ ഇഴി. പിന്നെ ഇതാണ് പൈനാപ്പിൾ കിച്ചടി. ഇതിലേക്ക് വറവിട്ടില്ല, ഇനി വറവിടാണ്ട്. പിന്നെ ബീൻസിന്റെ ഉപ്പേരി. പിന്നെ കൂട്ടുകറിയിലും വറവിട്ടില്ല, വറവിടാണ്ട്. പിന്നെ പുളി പിന്നെ ഉണ്ട് ചോറ്, ചൂട് പറക്കണ ചോറ്. പിന്നെ ഉള്ളത് അച്ചാറുണ്ട്, പപ്പടമുണ്ട്. പപ്പടം ഞാൻ കാച്ചാൻ പോവുകയാണ്. പിന്നെ പിന്നെന്താണത്, പിന്നെ വറുത്തപ്പേരി ഉണ്ട്, ശർക്കരപ്പേരിയും ഉണ്ട്. അവിയലുണ്ട്. മോള് പറയാണ് അവിയലില്ലേത്. അവിയലും ഉണ്ട്. അവിയലിന്റെ പകുതി പണിയിലാണ്. അവിയൽ അങ്ങനെ ആയിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ഒഴിക്കാനുണ്ട്. തൈര് കലക്കി ഒഴിക്കാനുണ്ട്. പിന്നെ പപ്പടം കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. പിന്നെ ചെറുതായിട്ട് സദ്യന്റെ കൂടെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് കുറച്ച് ചിക്കനും കൂടെ വാങ്ങിയിട്ടുണ്ട്. ആരും ഒന്നും പറയരുത് കേട്ടോ. അത് കോഴിക്കോട്ടെ സ്പെഷ്യലാണ്. കോഴിക്കോട്ടെ ഒരു സ്പെഷ്യലാണ്. സദ്യന്റെ കൂടെ എന്തെങ്കിലും മീനോ അല്ലെങ്കിൽ ഒരു ചിക്കനോ ഒന്ന് തൊട്ട് കൂട്ടി കടിക്കുക. എന്നാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. തൃപ്തിയാകാത്ത മാതിരിയാണ്. അതെ. അപ്പൊ ചായ പൊടിയിലാണ് ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് ഈ ചായ കുടിക്കാണ്ട്. എല്ലാവരും ചായ കുടിച്ചു, ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഇന്ന് ചായക്ക് പുട്ടും പഴവും പപ്പടവും. ഇന്നിപ്പോൾ അധികം എല്ലാവരും വീട്ടിലും പുട്ട് കഴിക്കില്ല ചായക്ക്. പുട്ടോ എന്തൊക്കെ ഉണ്ടാവും നോക്കി വന്ന് അധികം ആളെ വീട്ടിലും പുട്ട് കഴിക്കും ചായക്ക്. അപ്പോൾ അന്ന് പുട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വിശേഷ ദിവസങ്ങളിലൊക്കെ ചായക്ക് പുട്ടുണ്ടാക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഇന്ന് പുട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും ചായ അടിച്ചു. ഇനി ഞാൻ ചായ അടിക്കട്ടെ. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാണ്ട് അതിൻ്റെ പണി. ചിക്കൻ ഫ്രൈ, ഡ്രൈ ഫ്രൈ, വരട്ടിയതു അങ്ങനെ പറയാം. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ മക്കൾ പൂവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം പൂവൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ആകെ ഒരു 200 രൂപയ്ക്ക് ചട്ടി, മഞ്ഞച്ചട്ടി, ഓറഞ്ച് ചട്ടി, വെള്ള ജമന്തി, പിന്നെ റോസ്. ഇത് 4 പൂക്കൾ മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ചുറ്റുമുള്ള പച്ച ഇലകളൊക്കെ എടുത്ത് പൊടിച്ച് പൂക്കൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഒരുവിധ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി അടുത്തത് പൂവിടലാണ്. അപ്പൊ അച്ഛനും മക്കളും കൂടെ ഇരുന്ന് പൂവിടാണ്. പൂവിന്റെ ചിത്രം വരച്ചുന്നത് ഞങ്ങളുടെ പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി വന്ന് വരച്ചു തന്നതാണ്. ഒരു പയ്യൻ വന്ന് വരച്ചു തന്നതാണ്. അപ്പൊ അതിനുള്ളിൽ പൂവിടാണ്. ചെറിയൊരു മത്സരമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫാമിലി ഗ്രൂപ്പിൽ ഒരു പൂക്കള മത്സരമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ മത്സരം നോക്കുന്നില്ല, വെറുതെ പൂടുക, പങ്കെടുക്കുക, അത്രയേ ഉള്ളൂ. കോമ്പറ്റീഷനായിട്ട് ഞങ്ങൾ പൂടുന്നൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ സദ്യയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ വറുത്തപ്പേരി, പിന്നെ അതിൻ്റെ കൂടെ ശർക്കരപ്പേരി. ഐറ്റംസ് കുറയ്ക്കണ്ടല്ലോ, അപ്പോൾ അതെങ്കിലും കുറച്ച് ഐറ്റം കൂടിയല്ലോ. പിന്നെ അവിയൽ വന്ന്, അച്ചാർ വന്ന്, അച്ചാറിൻ്റെ കൂടെ തന്നെ പുളി വിളമ്പി. പിന്നെ ഉപ്പേരി, ബീൻസിൻ്റെ ഉപ്പേരിയാണ്. അങ്ങനെ ബീൻസിൻ്റെ ഉപ്പേരിയും വിളമ്പി. അടുത്തതായിട്ട് പപ്പടം വന്നിട്ടുണ്ട്. പിന്നെ കൂട്ടുകറി കേട്ടോ. കൂട്ടുകറി ഞാൻ വറവിട്ട് വെച്ചതാണ്, അപ്പോൾ അത് മിക്സ് ആക്കിയിട്ടില്ല. അപ്പോൾ കൂട്ടുകറിയും വിളമ്പി. പിന്നെ കിച്ചടിയാണ്. കിച്ചടിക്ക് ഒട്ടും അലങ്കാരം കുറച്ചില്ല. മുന്തിരി ഇട്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ കിച്ചടിയാണ്. പൈനാപ്പിളും മുന്തിരിയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. നമുക്ക് ചോറിൻ്റെ കൂടെ വെറുതെ അങ്ങോട്ട് കഴിക്കാൻ തോന്നും. പിന്നെ ചോറ് കൂട്ടുമ്പോൾ കുറച്ചൊരു മധുരം ഉണ്ടാകും. അപ്പോൾ എനിക്കിത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ലിനീഷാൻ്റെ അച്ഛനും അമ്മയുണ്ട്, പിന്നെ അനിയനും ഭാര്യയാണുള്ളത്. അപ്പോൾ ഓരോ മക്കളൊക്കെ ഉണ്ട്. മക്കളെ സെക്ഷൻ ആദ്യം കഴിഞ്ഞ് മക്കൾ ഭക്ഷണമൊക്കെ കഴിച്ചവിടെ ഇരുന്ന് പിന്നെ ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എന്താ വൈകുന്നേരത്തെ പരിപാടി എന്ന് ആലോചിച്ചപ്പോൾ മക്കളെല്ലാവരും പറഞ്ഞ് എവിടെയെങ്കിലും പോകാമെന്നുള്ളത്. അപ്പോൾ അവർക്കാണെങ്കിൽ ഹൈലൈറ്റ് മാൾ
മാളിൽ പോയാൽ മതി, വേറെ എവിടെയും പോകണ്ടെന്ന് തന്നെ. അപ്പോൾ പിന്നെ ഹൈലൈറ്റ് മാളിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാറ് കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് ലിനീഷേട്ട സ്കൂട്ടറിലാണ് വന്നത്, ഞങ്ങളെല്ലാവരും കാറിലാണ്. അപ്പോൾ ഹൈലൈറ്റിലെത്തിയപ്പോൾ ഇതാ അവിടെ ഭയങ്കര തിരക്കാണ്. കാറൊക്കെ പാർക്ക് ചെയ്യാൻ തന്നെ പാടാണ്, അല്ലാതെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങൾ പോകണോ വേണ്ടോ എന്ന് 2 വട്ടം ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ മക്കൾ സമ്മതിക്കണില്ല. അങ്ങനെ എവിടേക്കോ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അപ്പുറത്തെ ബിൽഡിങ്ങിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഞങ്ങളിതാ ഉള്ളിലേക്ക് കിടക്കുക. പക്ഷേ ഞങ്ങളെക്കാളും മുന്നേ ലിനീഷേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. മൂപ്പര് സ്കൂട്ടറിലാണല്ലോ വന്നത്. മൂപ്പര് അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ലിനീഷേട്ടൻ ഞങ്ങളെ കണ്ടുപിടിച്ച്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കുറേ തിരിഞ്ഞ് കളിച്ച്. പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ഇല്ലായിരുന്നു, വെറുതെ ഇങ്ങനെ കറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മക്കൾ കുറേ ചോക്ലേറ്റ് ഒക്കെ നോക്കി നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വാങ്ങിയില്ല. എന്താ ചെയ്യുക, മക്കൾക്ക് ഇപ്പോൾ മിഠായി ഒന്നും വേണ്ടാന്നേ. അപ്പോൾ കുറേ നോക്കി നടന്നതെന്നുള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.